ഇന്ന് പെണ്ണൂൻ്റെ അംഗൻവാടിയിലെ ഓണാഘോഷമാണ്. അപ്പം സ്ഥിരമായിട്ട് നമ്മളാണ് അവിടെ പൂക്കളമിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വെന്നൂർ ജിം ക്ലാസ്സിൽ നിന്ന് ഒരു പൂക്കളം വരച്ചു തരുമെന്ന് പറഞ്ഞിട്ട് വിളി തന്നത്. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇതാ നമ്മൾ ജിമ്മിന് താഴെ എത്തിയിട്ടുണ്ട്. എവിടേക്കാ പോണേ? മോളിലേക്കാ പോണേ? അംഗൻവാടിയിൽ അത്ര സെറ്റപ്പിലൊന്നുമല്ല നമ്മൾ പൂക്കളം ഇടാറുള്ളത്. പെട്ടെന്ന് ഈ വിളി വന്നപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ സ്കെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഡംബിൾസിൻ്റെ സ്റ്റിക്കൊക്കെ വെച്ചാട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ജിം ക്ലാസ്സിലുള്ളവർ സെലക്ട് ചെയ്ത പൂക്കളം തന്നെയായിരുന്നു. സിമ്പിളായിരുന്നു. നമ്മൾ വര കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ സെൻറ്റർ പോർഷൻ വെച്ച് കൊടുക്കുകയാണ്. ബാക്കി അവരിട്ടോളും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഓണാഘോഷ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന പോലെ കേട്ടോ അംഗൻവാടിയിൽ അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ കുഞ്ഞു മക്കളെ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒത്തിരി റിസ്ക് തന്നെയാണ്. അപ്പം ഇവർ പറഞ്ഞ പോലെ നമ്മൾ വര കഴിഞ്ഞു. ദാ സെൻട്രൽ പോർഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി അവർക്ക് കൈമാറിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരുപാടായില്ലേ? നമ്മൾ വരാൻ വൈകിയത് കൊണ്ടും പിന്നെ അംഗൻവാടി നമ്മളെ വീടിന് അടുത്തായത് കൊണ്ടും തന്നെ ഏട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പൂക്കളൊക്കെ ഇടാനായിട്ട് ഏട്ടനും കൂടിയിട്ടുണ്ട്. ഇവിടെ പിന്നെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം കുഞ്ഞു മക്കളൊക്കെ ഒരുമിച്ചിരുന്നൊരു പൂക്കടമാണ്. ഏകദേശം ഇതാ പൂക്കടത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അങ്ങനെ പൂക്കളം കഴിഞ്ഞു. ഇതാ കുട്ടികളുടെ കളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജിം ക്ലാസ്സിൽ വരച്ചതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു. നമ്മുടെ അംഗൻവാടി ടീച്ചർ വളരെ ബിസിയാണ് കേട്ടോ. ടീച്ചറെ ഫോൺ വെച്ച് നമ്മൾ പാട്ടിട്ടിട്ട് തന്നെ ഒത്തിരി തവണ ഒത്തിരി കോളുകളാണ് വന്നത്. കാരണം ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ്. നമ്മുടെ ഓരോ കുട്ടികളുടെ വീട്ടിൽ നിന്ന് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഈ വർഷം ഓണത്തിന് നമ്മൾ കുണ്ടഞ്ചിനെ കുഞ്ഞോണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്താ ഇനി സദ്യ കഴിഞ്ഞിട്ട് ഒത്തിരി പരിപാടികളുണ്ട്. ഈ കുട്ടികളുടെയും അതുപോലെ അമ്മമാരുടെയും ഒക്കെ പരിപാടികളുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടും പരിപാടി അപ്പുറം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ പെണ്ണൂൻ്റെ അംഗൻവാടിയുടെ കൂട്ടുകാർ. ഇതാ ഈ കുട്ടിയുടെ പേരാണ് കേട്ടോ പാത്തു. പെണ്ണൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കുറച്ച് നേരം കൊണ്ട് തന്നെ അവരും എൻ്റെ ഫ്രണ്ട്സായി മാറി. അത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഓണസദ്യയുടെ തിരക്കാണ് കേട്ടോ. Bye bye.